ഇവിടെ വന്നിരിക്കുന്ന ആളുകൾ പലതരം താല്പര്യങ്ങളുള്ളവരായിരിക്കും അല്ലെ. പലതരം എന്നുദ്ദേശിച്ചാൽ ചില ആളുകൾക്ക് ആകാശത്തെക്കുറിച്ച് അറിയാൻ ആഗ്രഹമുണ്ടാകും. നക്ഷത്രക്കൂട്ടങ്ങളെ, കോൺസ്റ്റലേഷനുകളെ എങ്ങനെയാണ് തിരിച്ചറിയുന്നത് എന്നറിയാൻ ആഗ്രഹം ഉണ്ടാകും. ചില ആളുകൾക്ക് ടെലസ്കോപ്പ് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത്. ഒരു ടെലസ്കോപ്പ് കിട്ടിയാൽ, ഇപ്പോൾ GK പോലുള്ള ആളുകളൊക്കെ ആണെങ്കിൽ ടെലസ്കോപ്പ് ഒക്കെ എടുത്തങ്ങ് ഭയങ്കരമായിട്ട് കൈകാര്യം ചെയ്ത് കളയും. ഇവാനോ എന്ത്? ഇവാനോ ഇവിടെ ഇരിക്കും. മാഷ വന്നു. ഇവാനോ സ്വന്തമായി ടെലസ്കോപ്പ് വാങ്ങിയ ഒരു +1 വിദ്യാർത്ഥിയാണ്. അത് 10ാം ക്ലാസ്സിലെ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയപ്പോൾ അച്ഛൻ ചോദിച്ചു, നിനക്കൊരു മൊബൈൽ ഫോൺ വാങ്ങി തരട്ടെ എന്ന് ചോദിച്ചു. അപ്പൊ ഇവാനോ പറഞ്ഞു, എനിക്ക് മൊബൈൽ ഫോൺ വേണ്ട, എനിക്കൊരു ടെലസ്കോപ്പ് മതി. അപ്പോ ഇത് കേട്ട് നിന്ന് അച്ഛന്റെ സുഹൃത്ത് പറഞ്ഞു, എന്നാ പിന്നെ അച്ഛൻ വാങ്ങിക്കൊടുക്കണ്ട, ഞാൻ വാങ്ങിക്കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് ദുബായിലേക്ക് വിളിച്ചിട്ടുപോയി. അവിടെ നിന്നൊരു ടെലസ്കോപ്പ് വാങ്ങിക്കൊടുത്തു. ആ ടെലസ്കോപ്പ് കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവാനോയെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാണ്. ഇന്ന് രാത്രി ഇവാനോ അതിലൂടെ എല്ലാവരെയും കാഴ്ചകൾ കാണിച്ചു തരും. അപ്പൊ അങ്ങനെ ടെലസ്കോപ്പ് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടാവും. പലതരത്തിലുള്ള ടെലസ്കോപ്പുകൾ കാണാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടാവും. അതുപോലെ വാനനിരീക്ഷണത്തിന്റെ, ജ്യോതിശാസ്ത്രത്തിന്റെ, ആസ്ട്രോണമിയുടെ തിയറട്ടിക്കൽ സൈഡ് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടാകും. എനിക്ക് തോന്നുന്നു KFRIയിലെ മുരളീധരൻ സാറും ടീച്ചറും ഒക്കെ അത്തരം ഡീപ്പായിട്ടുള്ള പഠനങ്ങൾ പ്രതീക്ഷിച്ച് വന്നിട്ടുള്ള ആളുകളായിരിക്കും ചിലപ്പോൾ. അപ്പോൾ പലതരത്തിലുള്ള ആഗ്രഹങ്ങളായിരിക്കും. ചില ആളുകൾക്ക്, ഞാൻ ഒരാളോട് ചോദിച്ചു പറഞ്ഞു, എനിക്ക് എല്ലാ ദിക്കിലും വാനനിരീക്ഷണം നടത്താൻ പോകാൻ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. SN കോളേജിലെ കുട്ടികൾ, സിജി സാറിന്റെ നേതൃത്വത്തിൽ ഒരു സംഘം കുട്ടികളോട് വന്നിട്ടുണ്ട്. 2-3 വർഷം മുമ്പാണ് സിജി സാറിനെ പരിചയപ്പെട്ടത്. അവിടെ ചില വാനനിരീക്ഷണ പരിപാടികൾ എടുത്തു കഴിഞ്ഞപ്പോൾ സാറിന്റെ നേതൃത്വത്തിൽ കുറച്ച് അധ്യാപകരുണ്ടായിരുന്നു അവിടെ. ഒരു പ്രവീൺ സാറ്, നമിത ടീച്ചർ, പ്രീത ടീച്ചർ, അങ്ങനെ കുറച്ച് പേരൊക്കെ ചേർന്ന് അവരൊരു ടെലസ്കോപ്പ് വാങ്ങി സ്വന്തമായി. അത് അവരോട് കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ ഇന്ന് രാത്രി ഒരു 5-6 ടെലസ്കോപ്പ് ഉപയോഗിച്ച് നമ്മൾ ആകാശത്തേക്ക് നോക്കും, കുറെ കാഴ്ചകൾ കാണും. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ വാനനിരീക്ഷണം നടത്താൻ പോകുന്ന സമയത്ത് ധാരാളം ചോദ്യങ്ങൾ. ഞാൻ അബ്ദുള്ള മാഷിനെ പ്രത്യേകം ഓർക്കുന്നു. റിട്ടയർ ചെയ്ത അധ്യാപകനാണ് അദ്ദേഹം. നിരവധി വൈകാരികൾ അദ്ദേഹത്തെ കണ്ടപ്പോൾ പെട്ടെന്ന് നടന്നു വരാനുള്ള പ്രയാസമൊക്കെ തോന്നി എനിക്ക്. പക്ഷേ അതിനൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് അബ്ദുള്ള മാഷ് ഇന്നിവിടെ വന്നത്. അദ്ദേഹത്തെ പ്രത്യേകമായി സ്വാഗതം ചെയ്യുന്നു. ഏറ്റവും ചെറിയൊരു വിദ്യാർത്ഥി വാസുദേവ് ഏറ്റവും ചെറിയൊരു വിദ്യാർത്ഥിയാണ്. അങ്ങനെ പല ഏജിലുള്ള ആളുകളുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും ഞാൻ പറയുന്നത് സ്വീകാര്യമാവോ ഇഷ്ടപ്പെടുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം പല പ്രായത്തിലുള്ള ആളുകളാണ്. എങ്കിലും മിനിമം ചില കാര്യങ്ങൾ സൂചിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ആകാശ നിരീക്ഷണത്തെ സംബന്ധിച്ച് അത് നമ്മുടെ ഒരു ആത്മസംതൃപ്തിക്ക് വേണ്ടി ചെയ്യുന്ന കാര്യമാകാൻ വേണമെങ്കിൽ, പക്ഷെ എങ്കിൽ പോലും ഇതിന്റെ ഒരു ചരിത്രം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. പലർക്കും അറിയാവുന്നതായിരിക്കാം, എങ്കിലും ആരെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി മാത്രമാണ്. മനുഷ്യൻ ഈ ഭൂമുഖത്ത് ഉടലെടുത്തിട്ട് ധാരാളം വർഷങ്ങളായിട്ടുണ്ട്. പക്ഷെ ഒരു നാഗരികതയിൽ മനുഷ്യൻ ജീവിക്കാൻ തുടങ്ങിയിട്ട്, ഒരുമിച്ച് ഇങ്ങനെ ജീവിക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് കാലമായിട്ടില്ല. അതൊരു 10,000-12,000 വർഷത്തെ ചരിത്രമേ ഉള്ളൂ. അപ്പോൾ ഏത് സമയത്തായിരിക്കും മനുഷ്യന് ഇങ്ങനെ ഒരു ആകാശം നോക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായത്? ചുമ്മാ നോക്കിയതാണോ? ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ആകാശം നോക്കുന്നവരാണോ? ആകാശം നോക്കുന്നവരാണ് എല്ലാവരും, എല്ലാ ദിവസവും? സാറുണ്ട് അല്ലേ? സാർ ആകാശം നോക്കുന്നയാളാണ്. ഷിഹാബുദ്ദീൻ സാറ്, നമ്മുടെ പട്ടാമ്പി കോളേജിലെ ഫിസിക്സിലെ പ്രധാന അധ്യാപകനായിട്ടുള്ള ഷിഹാബുദ്ദീൻ സാർ ഇവിടെ ഉണ്ട്. സാർ ആകാശം നോക്കുന്ന ആൾക്കാരാണ്. അനീഷ് പൊടിമറ്റം, എനിക്കറിയാം, ആകാശം നോക്കുന്ന ആൾക്കാരാണ്. എറണാകുളത്ത് 2-3 ടെലസ്കോപ്പ് ഉള്ള ആളുകളാണ്. സാർ ആകാശം നോക്കുന്ന ആളാണ്? ഇല്ല. രശ്മി മാഡം, അഡ്വക്കേറ്റ് PC വിവേക് ആകാശം നോക്കുന്നവരാണ്, സ്വന്തമായി ടെലസ്കോപ്പ് ഉള്ളവരാണ്. പക്ഷെ എല്ലാവരും ആകാശം നോക്കാറില്ല. പക്ഷെ ഒരു കാലത്ത് മനുഷ്യന് നിർബന്ധമായും ആകാശം നോക്കേണ്ടിയിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. നിർബന്ധമായും ആകാശം നോക്കേണ്ടിയിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഏതായിരുന്നു ആ കാലം? നമ്മള് ചോദ്യോത്തര പരിപാടി അല്ല കേട്ടോ. ചോദ്യം ചോദിച്ച് ഉത്തരം മുട്ടിക്കുക എന്നുള്ള പരിപാടിയെ നമുക്കില്ല. ഞാൻ വെറുതെ ഇങ്ങനെ ചോദിക്കുന്നതേ ഉള്ളൂ. മനുഷ്യൻ കൃഷി കണ്ടുപിടിച്ച സമയത്ത് അവന് ആകാശം നോക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. നമ്മുടെ അറിവിൽപ്പെട്ടിടത്തോളം ഈ പ്രപഞ്ചത്തിൽ അല്ലെങ്കിൽ ഈ സൗരയുദ്ധത്തിനകത്ത് മനുഷ്യൻ മാത്രമാണ് ചിന്തിക്കുന്ന ഒരേ ഒരു ജീവി. മനുഷ്യന്റെ തലച്ചോറിനോളം വികസിതമായ തലച്ചോറ് മറ്റൊരു ജീവജാലങ്ങൾക്കുമില്ല.
അതുകൊണ്ട് മനുഷ്യന്റെ നിരന്തരമായ അന്വേഷണങ്ങളിൽ നിന്ന് അവൻ കണ്ടെത്തിയ ഒരു പരിപാടിയാണ് കൃഷി. വേറൊരു ജീവിയും കൃഷി നടത്തുന്നില്ല. ശ്രദ്ധിച്ചിട്ടില്ല അത്? വേറൊരു ജീവിയും കൃഷി നടത്തുന്നില്ല. മനുഷ്യൻ മാത്രമാണ് ഉൽപാദനത്തിൽ ഏർപ്പെടുന്നത്. ചില ആളുകൾ പറയും തേനീച്ച ഉൽപാദനം നടത്തുന്നുണ്ടല്ലോ, ഉറുമ്പ് പല സാധനങ്ങളുണ്ടല്ലോ. പക്ഷെ ഇവരെല്ലാം ചെയ്യുന്നത് പ്രകൃതിയിൽ നിന്ന് കുറെ വിഭവങ്ങൾ ശേഖരിക്കുന്ന പണി മാത്രമാണ് ഈ ജീവികളൊക്കെ നടത്തുന്നത്. പക്ഷെ മനുഷ്യൻ അങ്ങനല്ല. മനുഷ്യൻ ഉൽപാദനത്തിൽ ഏർപ്പെടുന്നു, കൂട്ടായി ജീവിക്കുന്നു. കളക്ടിവിസം പ്രാക്ടീസ് ചെയ്യുന്ന ഒരേ ഒരു ജീവി മനുഷ്യനാണ്. മനുഷ്യന്റെ ഏറ്റവും വലിയ കണ്ടെത്തൽ ഏതാണെന്ന് പല ആൾക്കാരും ചോദിച്ചാൽ ചിലപ്പോ ചക്രമാണെന്നോ പലതരം കാര്യങ്ങളൊക്കെ പറയും, വീലാണെന്നോ. ഞാനിത് പറയുമ്പോൾ എനിക്ക് ചെറിയൊരു ആശങ്കകൾ എന്താണെന്നറിയാമോ? ഇവിടെ ഇരിക്കുന്ന ഹരികുമാർ സാറ്, സജീവ് പ്രഭാർ സാർ എന്തേ? ആകാശ നിരീക്ഷണത്തിലെ അഗ്രഗണ്യന്മാരായിട്ടുള്ള, ആസ്ട്രോഫിസിക്സിലെ അഗ്രഗണ്യന്മാരായിട്ടുള്ള ചില ആളുകൾ, ഡോക്ടർ ബാബു ഉൾപ്പെടെയുള്ള പല ആളുകൾ ഈ സദസ്സിൽ ഇരിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ഒരു പേടി എന്ന് പറയുന്നത്. പേടി മാത്രമല്ല, ഒരു ധൈര്യവും അത് തന്നെയാണ്. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അവർ അഡ്രസ്സ് ചെയ്യല്ലോ എന്നുള്ളൊരു ധൈര്യം കൂടി എനിക്കുണ്ട്. ഡോക്ടർ ബാബു ബ്രേക്ക് ത്രൂ സയൻസ് സൊസൈറ്റിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റാണ്. ആസ്ട്രോഫിസിക്സിൽ പ്രത്യേകമായ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്താണ് സജീവ് പ്രഭാകർ. സുപ്രീം കോടതിയിലെ അഭിഭാഷകനാണ്. പക്ഷേ നിങ്ങളുടെ ഒരു അറിവിലേക്ക് വേണ്ടി പറയുകയാണ്, നമ്മളൊരു വാനനിരീക്ഷണം നടത്തുന്ന സമയത്ത് ഒരു സംശയം ഉണ്ടായാൽ അദ്ദേഹത്തെ വിളിച്ചാൽ സുപ്രീം കോടതിക്ക് അകത്താണെങ്കിലും ഇതാണ് കേസെങ്കിൽ ഇറങ്ങി പുറത്തേക്ക് വന്നിട്ട് അതിന് മറുപടി തരും. അങ്ങനെ ഒരു മനുഷ്യനാണ്, നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റിയ കക്ഷിയാണ്. അപ്പോൾ ഈ കൃഷി കണ്ടെത്തിയതോടുകൂടി മനുഷ്യന് കാലാവസ്ഥയെക്കുറിച്ച് അറിയേണ്ട ഒരു ആവശ്യം വന്നു. ഞാൻ പറയുന്നത് കറക്റ്റ് അല്ലെങ്കിൽ പറയണോട്ടെ, നോട്ട് ചെയ്ത് വെക്കണേ. കാലാവസ്ഥയെക്കുറിച്ച് അറിയേണ്ട ഒരാവശ്യം വന്നു. കാലാവസ്ഥ അറിയാതെ കൃഷി ചെയ്യാൻ പറ്റില്ല. പാലക്കാട്ടുകാർക്ക് പ്രത്യേകിച്ച് അറിയാം. കൃഷി ചെയ്യണമെങ്കിൽ കാലാവസ്ഥ അറിയണം. കലണ്ടർ ഇല്ല, വടക്ക് നോക്കി യന്ത്രമില്ല, ഒരു സംവിധാനങ്ങളും ഇല്ല, കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രങ്ങളും ഇല്ല ആ കാലത്ത്. പിന്നെന്ത് ചെയ്യും? ആകാശത്തേക്ക് നോക്കുക എന്നുള്ള ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ. ചുമ്മാ ആകാശത്തേക്ക് നോക്കിയാൽ കാലാവസ്ഥ അറിയാൻ പറ്റും? അങ്ങനെ ഉണ്ടോ? അങ്ങനെ അറിയാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്തു മനുഷ്യൻ? ആകാശത്തേക്ക് നോക്കിയിട്ട് മനുഷ്യന് ചില കാര്യങ്ങൾ, നിരന്തരമായ അന്വേഷണത്തിൽ ചില കാര്യങ്ങൾ മനസ്സിലായി. മനുഷ്യൻ കൃഷി കണ്ടുപിടിച്ചതുപോലെ തന്നെ ഒരു സുപ്രഭാതത്തിലല്ല കൃഷി കണ്ടുപിടിച്ചത്, ഓർക്കണം. ഞാൻ വളരെ ബ്രീഫായിട്ട് ചില കാര്യങ്ങൾ പറയുകയാണ്, പരത്തി പറയാതെ. 45 മിനിറ്റാണ് അനുവദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് കൃഷി എങ്ങനെ കണ്ടുപിടിച്ചു എന്നുള്ള ചരിത്രത്തിലേക്ക് പോകുന്നില്ല. സ്ത്രീകൾ കൂടുതലിരിക്കുന്നതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് പറയുകയാണ്, കൃഷി കണ്ടുപിടിച്ചതിൽ വനിതകൾക്ക് വലിയ പങ്കുണ്ട്. വനിതകളാണ് ചെടികളിൽ നിന്ന് താഴെ വീഴുന്ന കായ്കൾ അത് മുളയ്ക്കുമെന്നും, മുളയ്ക്കുമ്പോൾ ആ ചെടിയിൽ അതേ വിത്തുകൾ ഉണ്ടാകുമെന്ന് അവരുടെ പ്രഗ്നൻസിയുടെ കാലഘട്ടത്തിൽ, കുഞ്ഞുങ്ങളെ പാലൂട്ടി വളർത്തുന്ന കാലങ്ങളിൽ അവര് ഒരു സ്ഥലത്ത് കുറേ സമയം ഇരിക്കുന്ന ഒരു പ്രത്യേക ജീവിതാവസ്ഥ ഉള്ളതുകൊണ്ട് സ്ത്രീകൾക്ക് സവിശേഷമായ ഒരു പങ്ക് അതിനകത്തുണ്ട്. അതുകൊണ്ട് സ്ത്രീകളെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. ഈ കൃഷി കണ്ടുപിടിച്ചതോടുകൂടെ കാലാവസ്ഥ അറിയേണ്ടി വന്നു. കാലാവസ്ഥ അറിയണമെങ്കിൽ ആകാശത്തേക്ക് നോക്കേണ്ടി വന്നു. ആകാശത്തേക്ക് നോക്കുമ്പോൾ എങ്ങനെയാണ് നക്ഷത്രങ്ങൾ ഉദിച്ചു പൊന്തുന്നത്? പകൽ സമയങ്ങളിൽ സൂര്യനെ നോക്കാം. സൂര്യൻ എല്ലാ സമയങ്ങളിലും ഉദിച്ചു വരുന്നതും ആ കാര്യങ്ങളൊക്കെ നോക്കുന്നു. പക്ഷേ എപ്പോഴും സൂര്യൻ നോക്കിയാൽ കാലാവസ്ഥ മനസ്സിലാകുന്നില്ല. പിന്നീട് കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി, ചില പ്രത്യേക നക്ഷത്രങ്ങൾ ചില പ്രത്യേക പൊസിഷനിൽ വരുമ്പോൾ ചില പ്രത്യേക സ്ഥലങ്ങളിൽ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നു. ചില പ്രത്യേക നക്ഷത്രങ്ങൾ എല്ലാ ദിവസവും നിരീക്ഷിച്ചപ്പോൾ അവർക്ക് മനസ്സിലായി, ചില നക്ഷത്രങ്ങൾ ഉദിക്കുന്നതിന്റെ സമയത്തിൽ വ്യത്യാസമുണ്ട്. എല്ലാ നക്ഷത്രങ്ങളും എല്ലാ ദിവസവും ഉദിക്കുന്നത് 4 മിനിറ്റ് നേരത്തെയാണ്. കറക്റ്റ്, 4 മിനിറ്റ് നേരത്തെയാണ്. ഓരോ നക്ഷത്രവും ഓരോ ദിവസവും 4 മിനിറ്റ് നേരത്തെയാണ് ഉദിച്ചു വരുന്നത്. നമ്മൾ അങ്ങനെ ശ്രദ്ധിക്കാറുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നമ്മൾ ആകാശ നിരീക്ഷണത്തിന് പോകുന്ന സമയത്ത് ഇതൊന്നും ശ്രദ്ധിച്ചിട്ടല്ല നമ്മളാരും പോകുന്നത്. കുറച്ചു കാലം കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുക, നക്ഷത്രത്തിന്റെ സമയത്തിൽ വ്യത്യാസം വരുന്നുണ്ട്. കുറച്ചു കാലം കഴിയുമ്പോൾ കിഴക്കൻ ചക്രവാളത്തിൽ പുതിയ നക്ഷത്രം വന്നിട്ടുണ്ടാവും. പഴയ നക്ഷത്രം കുറച്ചുകൂടെ ഉയർന്ന് നമ്മുടെ തലയ്ക്ക് മുകളിലേക്ക് വരുമ്പോൾ പുതിയ നക്ഷത്രം കിഴക്കൻ ചക്രവാളത്തിൽ ഉദിച്ചിട്ടുണ്ടാകും. ഈ സമയത്തെ മനുഷ്യൻ കണക്കൂട്ടാൻ തുടങ്ങി. അവന് ഓരോ ദിവസവും ഉദിച്ചു വരുന്ന നക്ഷത്രത്തെക്കുറിച്ച് പുതിയ ധാരണകൾ ഉണ്ടാവാൻ തുടങ്ങി. ഈ നക്ഷത്രങ്ങളുടെ മാറ്റം അവനെ സമയം നിർണ്ണയിക്കാനും ഈ നക്ഷത്രങ്ങളുടെ പോക്കുവരവുകൾക്കനുസരിച്ച് കാലാവസ്ഥയിൽ വരുന്ന വ്യത്യാസങ്ങൾ മനസ്സിലാക്കാനും അവനെ സഹായിച്ചിട്ടുണ്ട്. അതിനായിരുന്നു മനുഷ്യൻ ആദ്യമായിട്ട് ആകാശത്തേക്ക് നോക്കിയത്. ചന്ദ്രനൊക്കെ ആളുകൾ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ടായിരുന്നു, ഒരു കൗതുകത്തിന്. പക്ഷേ കൃഷി വികസിച്ച് വന്നപ്പോ വീണ്ടും ആവശ്യം വന്നു. എന്തിന്? കൃഷിക്ക് ശേഷം കച്ചവടം വന്നു.
ബാലകൃഷ്ണൻ കുറ്റിയാടി സാറ് വളരെ ശ്രദ്ധാപൂർവ്വം നോക്കുകയാണ്. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നോക്കി വെക്കണം. ബ്രേക്ക് ത്രൂ സയൻസ് സൊസൈറ്റിയുടെ കോഴിക്കോടത്തെ മുഖ്യ സംഘാടകരാണ്. ഈ കാലാവസ്ഥയ്ക്ക് ശേഷം കൃഷി വികസിച്ചു വന്നതിന് ശേഷം കച്ചവടം ഡെവലപ്പ് ചെയ്തപ്പോൾ കച്ചവടത്തിന് പോകുന്ന ആളുകൾക്ക് പല ദിക്കുകളിലേക്ക് പോകേണ്ടി വന്നു. പല ദിക്കുകളിലേക്ക് പോകണമെങ്കിൽ ദിക്കറിയണം. അന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ദിക്കറിയാനായിട്ട് ഒരു മാർഗവുമില്ല. നോർത്തോ സൗത്തോ അറിയാൻ യാതൊരു മാർഗവുമില്ല. പക്ഷേ ഇന്ന് നമ്മൾ ആകാശത്ത് കാണുന്ന ഏറ്റവും മനോഹരമായ ഒരു നക്ഷത്രക്കൂട്ടത്തെ ഉപയോഗിച്ചുകൊണ്ട് അന്ന് അവരത് ആദ്യമായിട്ട് നിരീക്ഷിച്ചു. ഒറിയോൺ എന്ന് പറയുന്ന ഗ്രൂപ്പിനെ അറിയാത്തവർ ആരെങ്കിലും ഉണ്ടോ ഇതിനകത്ത്? ഒറിയോൺ ഉണ്ട്, കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. അറിയാത്തവരുണ്ടെങ്കിൽ വളരെ സന്തോഷം, ഒരു കുഴപ്പമില്ല. പക്ഷെ നമ്മൾ ഇന്ന് ആകാശത്ത് കാണും ഒറിയോൺ അഥവാ വേട്ടക്കാരൻ എന്ന് പറയുന്ന ലോക പ്രശസ്തമായിട്ടുള്ള ഒരു കോൺസ്റ്റലേഷൻ ആണത്. ദി ഹണ്ടർ എന്നൊക്കെ ആളുകൾ പറയും. ദി ഹണ്ടർ. ഈ നക്ഷത്ര കൂട്ടത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ തലഭാഗം എപ്പോഴും വടക്കോട്ടായിരിക്കും. തലഭാഗം മകൈര്യം എന്ന് പറയുന്ന ഒരു നക്ഷത്രത്തിന് വടക്കോട്ടായിരിക്കും കിടക്കുക. ഈ ഒരു നക്ഷത്രക്കൂട്ടത്തെ കണ്ടുപിടിച്ചാൽ വടക്ക് ദിക്ക് കണ്ടുപിടിക്കാൻ ഏറ്റവും എളുപ്പമായിരിക്കും. പക്ഷേ ഇനി അഥവാ ഈ നക്ഷത്രക്കൂട്ടത്തെ കണ്ടില്ല എന്നിരിക്കട്ടെ, വടക്കൻ ചക്രവാളത്തിൽ കാസിയോപ്യ എന്ന് പറയുന്ന വേറൊരു നക്ഷത്രക്കൂട്ടമുണ്ട്. നമ്മളിങ്ങനെ കാണുമ്പോൾ എം എന്ന് പറയുന്ന ഒരു അടയാളം അല്ലെങ്കിൽ ഒരു W തിരിച്ചിട്ടതുപോലെയോ ഒക്കെ നമുക്ക് തോന്നിക്കാവുന്ന ഒരു നക്ഷത്രക്കൂട്ടം, വളരെ മനോഹരമായിട്ടൊരു നക്ഷത്രക്കൂട്ടമാണ്. അത് കാസിയോപ്യ എന്ന് പറയുന്ന ഒരു കൂട്ടമാണ്. ഈ രണ്ട് കൂട്ടങ്ങളും വടക്ക് ദിക്ക് കണ്ടുപിടിക്കാൻ ഏറ്റവും എളുപ്പമുള്ള മാർഗമായിരുന്നു. മറ്റൊന്ന്, നമ്മൾ ഇന്നലെ രാത്രിയോടെ മനോഹരമായിട്ട് കണ്ടു, വടക്കൻ ചക്രവാളത്തിൽ കാണുന്ന ധ്രുവ നക്ഷത്രത്തെ കണ്ടവരാരെങ്കിലും ഉണ്ടോ? ധ്രുവ നക്ഷത്രം ഉണ്ടോ? അല്ല, പൊതുവിൽ ധ്രുവ നക്ഷത്രം കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? അബ്ദുള്ള മാഷുണ്ട്, ഇവിടെ കാണാൻ പറ്റും, സാറുണ്ട്, കണ്ടിട്ടുണ്ട് അല്ലെ? എല്ലാവരും ധ്രുവ നക്ഷത്രത്തെ കാണാറില്ല. എല്ലാ ഏരിയയിൽ നിന്നും ധ്രുവ നക്ഷത്രം നമുക്ക് കാണാനും പറ്റില്ല. കാരണം എന്താ? ധ്രുവ നക്ഷത്രം വടക്കൻ ചക്രവാളത്തിൽ നിൽക്കുന്ന ഒരു നക്ഷത്രമാണ്. അത് നമ്മളുടെ താമസത്തിന്റെ സ്ഥലത്തിന്റെ അളവനുസരിച്ച് അത് കാണാനായിട്ട് കുറച്ച് പ്രയാസമായിരിക്കും. കൊടുങ്ങല്ലൂർ നമ്മൾ തൃപ്രയാർ നിന്നാൽ നമുക്കത് കാണാൻ പറ്റില്ല. കാരണം ഭൂമധ്യരേഖയുടെ വടക്ക് ഭാഗത്താണ് നമ്മളെപ്പോലുള്ള ആളുകൾ താമസിക്കുന്നത്. പക്ഷെ ഇവിടെ ഇത്തിരി ഉയരം കൂടിയത് കൊണ്ട് നമുക്കിവിടെ നോക്കുമ്പോൾ ഇവിടത്തെ വടക്ക് കാണാൻ പറ്റും. ഇവിടെ ഏതാണ് വടക്ക് എന്ന് മനസ്സിലായോ? വടക്ക് മനസ്സിലായോ? ആകാശ നിരീക്ഷണത്തിന് പോകുമ്പോൾ ഏറ്റവും ആദ്യം വടക്കും തെക്കും അറിയണം അവിടെ ചെല്ലുമ്പോൾ. എങ്കിലാണ് നമുക്കത് മനസ്സിലാക്കി എടുക്കാൻ പറ്റുക. അല്ലെങ്കിൽ ഭയങ്കര പ്രശ്നമായിരിക്കും. നമ്മൾ സൂര്യൻ ഉദിക്കുന്ന ദിക്ക് നോക്കിയിട്ട് വടക്കും തെക്കും നിർണ്ണയിക്കാൻ പറ്റില്ല. കാരണം എല്ലാ ദിവസവും സൂര്യൻ കിഴക്കല്ല ഉദിക്കുന്നത്. അത് നമ്മൾ ഓർക്കണം. സൂര്യൻ ഭൂമധ്യരേഖയിൽ നിന്ന് തെക്കോട്ടും വടക്കോട്ടും ഒക്കെ സഞ്ചരിക്കും. വർഷത്തിൽ 2 തവണ മാത്രമേ സൂര്യൻ നേർ കിഴക്ക് ഉദിക്കുന്നുള്ളൂ എന്നുള്ളത് ഓർക്കണം. നമ്മൾ അതിൽ ആദ്യത്തെ ഒരു സമയത്ത് വിഷുവായിട്ട് ആഘോഷിക്കും സെപ്റ്റംബറിൽ. പക്ഷെ നമ്മൾ അങ്ങനെ വിചാരിക്കാറില്ല. ആ വിഷുവിന്റെ ഡേറ്റും വ്യത്യാസമുണ്ട്. അത് ഏപ്രിലല്ല, മാർച്ചിലാണ് അല്ലേ സാറേ? മാർച്ച് 20-21 യഥാർത്ഥത്തിൽ വിഷു. അന്നാണ് സൂര്യൻ യഥാർത്ഥത്തിൽ കിഴക്ക് വരുന്നത്. ആ ദിവസത്തിന് നമ്മൾ പറയുന്ന പേരാണ് സമരാത്ര ദിനങ്ങൾ. പകലും രാത്രിയും ഒരുപോലെ വരുന്ന ആ ദിവസം. ഇതൊക്കെ മനുഷ്യൻ നിരന്തരമായ അന്വേഷണങ്ങളിൽ നിന്ന് കണ്ടെത്തിയതാണ്. ഇതിന് മാത്രമായിരുന്നു ആകാശത്തിന്റെ കണ്ടെത്തൽ, ആകാശത്തിനെ നിരീക്ഷിച്ചത്? അല്ല. കാലാവസ്ഥയെക്കുറിച്ച് നമ്മൾ പറഞ്ഞു, ദിക്കറിയാൻ പറഞ്ഞു, സമയമറിയാൻ. എന്തിനാണ് സമയം അറിയുന്നത്? സമയമറിയേണ്ട ഒരു പ്രത്യേക വിഭാഗം ആ സമയത്ത് സമൂഹത്തിനുള്ളിലെടുത്തു. ജ്യോതിഷികൾ എന്ന് പറയുന്ന ഒരു വിഭാഗം കൂടെ ഒരു പ്രത്യേക സമയത്ത് ഉള്ളിലെടുത്തു. ഇന്നലെയോ മിനിയാന്നാളോ അല്ല, കുറച്ചു കാലത്തിന് മുൻപ് അങ്ങനെ ഒരു വിഭാഗം കൂടെ ഉടലെടുത്തു. അവർക്ക് സമയമറിയേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു. എന്തിനാണ്? കൊട്ടാരങ്ങളിൽ പൂജ നടത്തണം, ക്ഷേത്രങ്ങളിൽ പൂജ നടത്തണം. ഈ പൂജകളൊക്കെ നടത്തണമെങ്കിൽ സമയം നിർണ്ണയിക്കേണ്ടതുണ്ട്. ഈ സമയത്തിന് വേണം ഇതെല്ലാം ചെയ്യാനായിട്ട്. സമയമില്ലാത്ത സമയത്ത് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. എല്ലാ ആചാരങ്ങൾക്കും സമയമുണ്ട്. ഈ സമയം നിർണ്ണയിച്ചിരുന്നതിൽ വലിയ പങ്കുവഹിച്ച ആളുകളാണ് ഈ നക്ഷത്രങ്ങളും ചന്ദ്രനും സൂര്യനും. അന്ന് കലണ്ടറില്ല അല്ലെ? ഇന്ന് നമുക്ക് കലണ്ടറുണ്ട്. കലണ്ടർ എടുത്ത് നോക്കിയാൽ അറിയാം ഇന്ന് ഏതൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത്, ഡേറ്റ് ഏതാണ്, ഇതെല്ലാം നമുക്കറിയാം. അല്ലെങ്കിൽ ഫോണുണ്ട്, എല്ലാ സംവിധാനം.
എന്നോടോ? ആ അല്ല ക്രമമായിട്ട് അപ്പോ ആളുകൾക്ക് സമയമറിയാനും ദിക്കറിയാനും കാലാവസ്ഥ അറിയാനും ആകാശം നോക്കിയേ മതിയാവുള്ളായിരുന്നു ഒരു കാലത്ത്. ആ കാലത്ത് മുതൽ മനുഷ്യൻ ആകാശം നിരീക്ഷിച്ച് വന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ഇന്ന് പിന്നെ എന്തിനാണ് നമ്മൾ ആകാശം നോക്കുന്നത്? ഇന്നിപ്പോൾ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. ഇന്ന് സമയം നിർണ്ണയിക്കാൻ ക്ലോക്കുണ്ട്, വാച്ചുണ്ട്, കലണ്ടറുണ്ട്, മറ്റെല്ലാ ഫോൺ നോക്കിയാൽ സൗത്ത് നോർത്ത് അറിയാം, ദിക്കറിയാം, ഗൂഗിൾ മാപ്പ് ഇട്ടാൽ എവിടെ വേണമെങ്കിലും പോകാം. ഇടയ്ക്കൊരു വഴി തെറ്റുമെങ്കിൽ പോലും നമുക്ക് പോകാൻ പറ്റും. പിന്നെ എന്തിനാണ് നമ്മൾ ഇനിയും വീണ്ടും ആകാശം നോക്കുന്നത്? ഈ പുതിയ കാലത്ത് മനുഷ്യന്റെ ശാസ്ത്രബോധം വർദ്ധിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സയന്റിഫിക് ടെമ്പർ ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മറ്റേതൊരു ശാസ്ത്രശാഖയേക്കാളും മനുഷ്യന് ഏറ്റവും എളുപ്പത്തിൽ ആസ്വദിക്കാൻ പറ്റുന്ന, ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന, ഏറ്റവും എളുപ്പത്തിൽ ചെയ്തു തീർക്കാൻ പറ്റുന്ന, പറയാൻ പറ്റുന്ന ഒരു ശാസ്ത്രശാഖയാണ് ജ്യോതിശാസ്ത്രം, ആസ്ട്രോണമി. ഈ ആസ്ട്രോണമിയുടെ പ്രായോഗികമായ ചില വശങ്ങളാണ് നമ്മൾ ആകാശ നിരീക്ഷണത്തിലൂടെ അനുഭവിക്കുകയും ചെയ്യുകയും ചെയ്യുന്നത്. അത്തരം ചില ടെലസ്കോപ്പുകൾ ഇന്ന് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ആ ടെലസ്കോപ്പുകളിലൂടെ നമ്മളിന്ന് പ്രധാനപ്പെട്ട ചില നക്ഷത്ര കൂട്ടങ്ങൾ നമ്മളിന്ന് തിരിച്ചറിയും. നമ്മൾ ഈ ജ്യോതിശാസ്ത്രത്തിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ, ഈ ആമുഖത്തെക്കുറിച്ച് പറയുമ്പോൾ ഓർക്കേണ്ടി വരുന്ന ധാരാളം കഥാപാത്രങ്ങളുണ്ട്, ഓർക്കേണ്ടി വരുന്ന ധാരാളം മനുഷ്യരുണ്ട്. ക്രിസ്തുവിന് മുമ്പ് ജീവിച്ചിരുന്ന മനുഷ്യരാണ് ഇന്ന് രാത്രി നമ്മൾ കാണാൻ പോകുന്ന ആകാശത്തിലെ നക്ഷത്ര കൂട്ടങ്ങളായി തിരിച്ചിട്ട ആളുകൾ. ഹിപ്പാർക്കസ് എന്ന് പറയുന്ന വളരെ പ്രാധാന്യമർഹിക്കുന്ന വലിയൊരു മനുഷ്യൻ, ആ മനുഷ്യൻ നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന പല നക്ഷത്രക്കൂട്ടങ്ങളെയും രേഖപ്പെടുത്തി ചില അടയാളങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. 40 നക്ഷത്രക്കൂട്ടങ്ങളെ ക്രിസ്തുവിന് മുൻപ് മാർക്ക് ചെയ്തിട്ടുള്ള ആളാണ് ഹിപ്പാർക്കസ്. അതിനുശേഷം ഇപ്പോൾ 88 നക്ഷത്രക്കൂട്ടങ്ങൾ ആകാശത്തുണ്ട്. 88 നക്ഷത്രക്കൂട്ടങ്ങൾ അല്ലേ ജിക്കെ? ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ പറയണേ. 88 നക്ഷത്രക്കൂട്ടങ്ങൾ. ഈ 88 നക്ഷത്രക്കൂട്ടങ്ങൾ നമ്മൾ കാണാറില്ല. കേരളത്തിൽ പ്രചാരത്തിലുള്ള നക്ഷത്രക്കൂട്ടങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ്. ഈ 88 എണ്ണത്തിൽ വളരെ കുറച്ച് മാത്രമാണ്. നമ്മൾ കലണ്ടറിൽ നോക്കിയാൽ ജനുവരി, ഫെബ്രുവരി, മാർച്ച് എന്നതുപോലെ തന്നെ മലയാളത്തിലുള്ള മാസങ്ങളും കാണും അല്ലെ? ഇതൊരു ധനു എന്ന് പറയുന്ന മാസമാണ്, ധനു അല്ലെ സാറേ? അതുപോലെ 12 മാസങ്ങൾ നമ്മൾ കാണും. ഈ ചന്ദ്രനും സൂര്യനും ഒക്കെ യാത്ര ചെയ്യുന്നത് അവർക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും വഴി കൂടിയല്ല. ഇതൊക്കെ മനുഷ്യൻ കുറെ കാലം കൊണ്ട് നിരീക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. നമുക്ക് മുമ്പുള്ള കുറെ ആളുകൾ. സജീവ് സാറ് പറയുന്നത് പോലെ ഭൂമിയിലുള്ള നാഷണൽ ഹൈവേ പോലെ ആകാശത്തും ഹൈവേ ഉണ്ട്. ആ ഹൈവേയിലൂടെ മാത്രമേ ചന്ദ്രനും സൂര്യനും ഈ പറയുന്ന നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും ഒക്കെ യാത്ര ചെയ്യുള്ളൂ. അവര് ട്രാഫിക് ഒരിക്കലും തെറ്റിക്കില്ല. ട്രാഫിക് തെറ്റിക്കാതെ, കൂട്ടിയിടികളില്ലാതെ ആണ് അവർ യാത്ര ചെയ്യുന്നത്. എല്ലാ ദിവസവും കിഴക്ക് നിന്ന് പടിഞ്ഞാറേക്ക് അവരൊക്കെ പോകുന്നതായിട്ട് നമുക്ക് തോന്നും. ഒരു കാലത്ത് പക്ഷെ ഇങ്ങനെയല്ലായിരുന്നു സങ്കല്പം. ഭൂമിക്ക് ചുറ്റും എല്ലാവരും തിരിയുന്നു എന്നുള്ള ചില സങ്കല്പങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് പിന്നീട് മാറി. ശാസ്ത്രത്തിന്റെ പുതിയ രീതികൾ വന്നതോടുകൂടെ അതൊക്കെ അങ്ങ് മാറാൻ തുടങ്ങി. നമ്മൾ ഇന്ന് രാത്രി കാണുന്ന പല നക്ഷത്രക്കൂട്ടങ്ങളും ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ക്രിസ്തുവിന് മുമ്പ് തന്നെ കണ്ടെത്തിയിട്ടുള്ളതാണ്. 2000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കണ്ടെത്തിയിട്ടുള്ളതാണ്. തെക്കൻ കുരിശ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പുണ്ട്. സതേൺ ക്രക്സ് അല്ലെങ്കിൽ സതേൺ ക്രോസ് എന്ന് പറയുന്ന ഒരു വിഭാഗം കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? അബ്ദുള്ള മാഷ് കണ്ടിട്ടുണ്ട്. അബ്ദുള്ള മാഷാണ് എല്ലാ ഗ്രൂപ്പുകളും കണ്ടിട്ടുള്ള ആള്. ഒരു കയ്യടി മാഷിന് കൊടുക്കണം നമ്മൾ. മാഷ് ഇവിടെ കോഴിക്കോടല്ലേ മാഷേ? കോഴിക്കോട് കുറ്റിയാടി അല്ലെ? കുറ്റിയാടി. ആ, ഈ സതേൺ ക്രക്സ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഭൂമധ്യരേഖയുടെ വടക്ക് ഭാഗത്ത് നിൽക്കുന്ന ആളുകളാണ് വഴി കാട്ടാൻ വേണ്ടി, വഴി സംഘടിപ്പിക്കാൻ വേണ്ടി ഏതിനൊക്കെ നമ്മൾ കണ്ടത്? ഒറിയോണും കാസിയോപ്പിയയും. പക്ഷേ ഭൂമധ്യരേഖയുടെ തെക്കൻ ഭാഗത്തുള്ള ആളുകൾക്ക് എപ്പോഴും ഇത് കാഴ്ചയിൽ വരില്ല. അതുകൊണ്ട് അവർ കണ്ടെത്തിയിട്ടുള്ള പ്രത്യേകമായ ഒരു ഗ്രൂപ്പാണ് സതേൺ ക്രക്സ്. കേരളത്തിൽ സംസ്കൃതത്തിൽ ത്രിശങ്കു എന്ന് പറയുമെങ്കിലും നമ്മൾ ആ പേരിനേക്കാൾ നല്ലത് സതേൺ ക്രക്സ് എന്നുള്ള പൊതുവിൽ ലോകം മുഴുവൻ അറിയപ്പെടുന്ന ആ പേര് പ്രാക്ടീസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ത്രിശങ്കു എന്ന് നിങ്ങൾ അമേരിക്കയിൽ പോയി പറഞ്ഞാൽ അവർക്ക് മനസ്സിലാക്കാൻ പ്രയാസമായിരിക്കും. പക്ഷേ സതേൺ ക്രക്സ് എന്നുള്ള പേര് എന്തുകൊണ്ട് കുരിശ് എന്നുള്ള രൂപം അവിടെ വന്നു? കുരിശ് എന്നുള്ളത് അവർക്ക് പരിചിതമായ രൂപമായതുകൊണ്ട്. ഞാനത് പറയാൻ കാര്യം, ആകാശത്തുള്ള എല്ലാ
ഒരു കാര്യത്തിന്റെയോ കുരിശ് പോലെ പരിചിതമായ രൂപത്തിന്റെയോ രൂപങ്ങൾ വരച്ചിട്ടുണ്ട് മനുഷ്യൻ ആ കാലത്ത്. അതുകൊണ്ടാണ് ലിയോയ്ക്ക് സിംഹത്തിന്റെ രൂപം വരുന്നു. ഈ പറയുന്ന ഒറിയോണിന് വേട്ടക്കാരന്റെ രൂപം വരുന്നു. വേട്ടക്കാരനായിട്ട് യാതൊരു ബന്ധവുമില്ല, പക്ഷെ വരച്ചിട്ടിരിക്കുകയാണ് മനസ്സിലാക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി. ഭാരതത്തിലാണെങ്കിൽ ധാരാളം അന്ധവിശ്വാസ കഥകൾ അതിന്റെ കൂടെ ചേർത്തിട്ടുണ്ട്. നമുക്ക് തൽക്കാലം ആ കഥ ചർച്ച ചെയ്യണ്ട. എല്ലാ കൂട്ടങ്ങളെയും നിങ്ങൾ നോക്കുക, ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, എല്ലാത്തിനും ഉണ്ട്. മൃഗങ്ങളുടെ, മീനിന്റെ, പലതരത്തിന്റെ രൂപങ്ങളാണ്. ആ രൂപങ്ങളൊക്കെ നമുക്ക് രാത്രി കാണാം, ആകാശത്ത് കാണാം. പക്ഷേ നമ്മൾ ഓർക്കേണ്ടത് ഇത് ഒരു സുപ്രഭാതത്തിൽ ഉണ്ടായതല്ല. ഇത് മനുഷ്യന്റെ വലിയ അധ്വാനം ഇതിന്റെ പുറകിൽ നടന്നിട്ടുണ്ട്. രാത്രി ഉറക്കമിളയ്ക്കാതെ ആകാശം കാണാൻ പറ്റുമോ? നമുക്ക് കാണാൻ പറ്റില്ലല്ലോ. അപ്പോ ഒരു ദിവസം കൊണ്ട് ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. ചിലപ്പോൾ ആയിരക്കണക്കിന് വർഷങ്ങൾ എടുത്തിട്ടുണ്ടാവും മനുഷ്യൻ ഇത് മനസ്സിലാക്കാൻ വേണ്ടി. അപ്പൊ മനുഷ്യൻ അതിന്റെ പുറകിൽ കൊടുത്തുള്ള അധ്വാനം എന്തായിരിക്കും? ശരിയാണ്, ഒരു കാലത്ത് അടിമകൾ ഉണ്ടായിരുന്ന ഒരു കാലത്ത് എന്തായാലും അടിമകളായിരിക്കാൻ സാധ്യതയില്ലെന്ന് കണ്ടുപിടിച്ചത് അല്ലേ സാറേ? അടിമകൾ രാത്രി എങ്ങനെയെങ്കിലും കിടന്ന് ഉറങ്ങാനാണ് സാധ്യത. അടിമകളെ കൊണ്ട് വേല ചെയ്യിച്ച ഉടമകളുടെ വീടുകളിലെ ആളുകളായിരിക്കാനാണ് സാധ്യത. കാരണം എന്ത് ചിന്തിക്കണമെങ്കിലും എന്ത് ആലോചിക്കണമെങ്കിലും നമ്മുടെ വയറ് നിറഞ്ഞാലേ നമുക്ക് ഇതൊക്കെ പറ്റുള്ളൂ. അപ്പോ വയറ് നിറയ്ക്കാൻ വേറെ ആളുകൾ ഉണ്ടായിട്ടുണ്ടാവണം. വയറ് നിറഞ്ഞ് ചാരുകസേരയിൽ മലർന്നു കിടക്കുന്ന സമയത്ത് ആകാശം കാണാൻ സാധ്യതയുണ്ട്. അവരത് നന്നായി നിരീക്ഷിച്ചിട്ടുണ്ട്. അത് ഭാരതത്തിലാണെങ്കിലും ഭാരതത്തിന് പുറത്താണെങ്കിലും, പ്രത്യേകിച്ച് ഇറാഖ് പോലുള്ള സ്ഥലങ്ങളിൽ, ബാബിലോണിയ പോലുള്ള സ്ഥലങ്ങളിൽ, ഗ്രീക്ക്, ഈ സ്ഥലങ്ങളിലൊക്കെ തന്നെ ഈ ഡെവലപ്മെന്റ്സ് ഉണ്ടായിട്ടുണ്ട്. അവരൊക്കെ തന്നെ പലതരത്തിൽ നിരീക്ഷിച്ചിട്ടുണ്ട്. അവരുടെ കണ്ടെത്തലുകൾ പലതുണ്ടായിട്ടുണ്ട്. അങ്ങനെ ഓരോ സ്ഥലങ്ങളിലും ആകാശത്തിനെ നിരീക്ഷിച്ച് നക്ഷത്രങ്ങളെ കണ്ട് നക്ഷത്രങ്ങളുടെ രൂപങ്ങൾ മനസ്സിലാക്കി അവർക്ക് പരിചയമുള്ള രൂപങ്ങൾ ആകാശത്തിൽ വരച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഗൂഗിളിൽ പല കാര്യങ്ങളും നോക്കുന്ന ആളുകളാണ്. ഈ 12 മാസങ്ങൾ എന്തിന്റെയൊക്കെ പേരിലാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത് എന്ന് നോക്കണം. എന്തിന്റെയൊക്കെ പേരിലാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത്? ആ രൂപങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാവുന്നത് നല്ലതാണ്. രൂപങ്ങൾ, പേരുകളല്ല, രൂപങ്ങൾ. ആ രൂപങ്ങൾ ആകാശത്ത് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് ഭയങ്കര രസകരമായ അനുഭവമായിരിക്കും. നമ്മളിന്ന് കാസിയോപ്പിയ എന്ന് പറയുന്നു. കാസിയോപ്പിയ എന്ന് പറയുന്ന ഒരു സാധനം നമ്മൾ സ്റ്റെല്ലേറിയം ഒക്കെ നോക്കുമല്ലോ എല്ലാവരും. സ്റ്റെല്ലേറിയത്തിൽ കാണുന്ന ഒരു രൂപത്തെ ആകാശത്ത് തിരിച്ചറിയുന്നു എന്ന് പറയുന്നത് ഭയങ്കര അനുഭവമായിരിക്കും. ഞാൻ സാധാരണ ക്രക്സ് അധികം കണ്ടിട്ടില്ല. ഇന്നലെയാണ് രാത്രി മനോഹരമായിട്ട്, രാത്രിയല്ല, വെളുപ്പിന് 3-3:30 സമയത്ത് സജീവ് സാറും ഞാനും കൂടെ വെളുപ്പിന് എഴുന്നേറ്റിരുന്നു, ഒന്ന് എന്താണ് അവസ്ഥ എന്ന് അറിയാൻ വേണ്ടി. അപ്പോൾ വളരെ മനോഹരമായി സാധാരണ ക്രക്സ് നിൽക്കുകയാണ്. അതൊരു വലിയ അനുഭവമായിരിക്കും. ഇന്ന് രാത്രി എന്തായാലും കാർമേഘം ഉണ്ടാവാനുള്ള യാതൊരു സാധ്യതയുമില്ല. സജി സാർ സജി സാർ എന്തോ അന്ന് പറഞ്ഞിരുന്നു അല്ലെ, ശ്രീലങ്കയിൽ എന്തോ ഒരു ന്യൂനമർദ്ദം അല്ലെ, സജീവ് സാറും എന്തായാലും വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. അപ്പോ അത്തരം രൂപങ്ങളൊക്കെ നമുക്കിന്ന് ആകാശത്ത് കാണാൻ പറ്റും. ഉറപ്പായിട്ടും വാനനിരീക്ഷണത്തിന് പോകുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ചില പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ചാല്, ചിലപ്പോ ടെലസ്കോപ്പുമായിട്ട് പോകും. ഈ ടെലസ്കോപ്പ് പ്രവർത്തിപ്പിക്കാൻ പറ്റാതെ നാണം കെട്ട് നിൽക്കേണ്ട അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട്. നാണം കെട്ട് ടെലസ്കോപ്പ് നമ്മുടെ കയ്യിലുണ്ട്. 100 കണക്കിന് ആളുകൾ ഗ്രൗണ്ടിൽ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഇപ്പൊ നമ്മളിത് ഫോക്കസ് ചെയ്യും, ഞങ്ങളെ പല കാഴ്ചകൾ കാണിച്ചു തരും. കാരണം അവിടെ എല്ലായിടത്തും നമ്മൾ പോസ്റ്ററൊക്കെ എഴുതി ഒട്ടിച്ചിട്ടുണ്ടാവും, ഓൺലൈനിൽ പ്രചരിപ്പിച്ചിട്ടുണ്ടാവും. പക്ഷെ ഈ ടെലസ്കോപ്പ് എടുത്ത് കയ്യിൽ വെക്കുമ്പോ, പുറത്തെടുത്ത് വെക്കുമ്പോ കൈയും കാലും വിറച്ചിട്ട് ഇത് ശരിയാകുന്നുമില്ല, ഫോക്കസ് ചെയ്തിട്ട് ശരിയാവുന്നില്ല. അവസാനം നാണം കെട്ട് ആളുകളുടെ ചീത്തയൊക്കെ കേട്ട് അവസാനം ഒരാൾ വന്നിട്ട് എന്നോട് തോളത്തട്ടിട്ട് പറഞ്ഞു, മോൻ വിഷമിക്കൊന്നും വേണ്ട, നന്നായിട്ട് പഠിച്ചിട്ടൊക്കെ വന്നാ മതി. അത് കേരളത്തിലെ ഏറ്റവും വലിയ ടെലസ്കോപ്പ് ഉണ്ടാക്കിയ ഒരു മനുഷ്യനുണ്ട്, തങ്കപ്പൻ സാർ എന്ന് അദ്ദേഹത്തിന്റെ പേര്. തങ്കപ്പൻ അത് ഇലക്ട്രിസിറ്റി ബോർഡിൽ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. റിട്ടയർ ചെയ്തതിനു ശേഷം ഈ പെൻഷനായിട്ട് കുറെ പൈസ കിട്ടുമല്ലോ, പെൻഷൻ കൂടാതെ കുറെ പൈസ കിട്ടും. ഈ പൈസയൊക്കെ എടുത്തിട്ട് ഒരു 16 ഇഞ്ചിന്റെ ടെലസ്കോപ്പ്, അന്ന് ഈ ടെലസ്കോപ്പ് വാങ്ങാൻ കിട്ടില്ല അത്രയ്ക്കൊന്നും. പുള്ളി അമേരിക്കയിൽ നിന്നുള്ള കുറെ മാഗസീനുകളൊക്കെ വരുത്തി ഉത്തരേന്ത്യയിലെ ഏതോ സ്ഥാപനങ്ങളിലൊക്കെ പോയി അവിടെ നിന്ന് കുറെ സാധനങ്ങളൊക്കെ വാങ്ങി ടെലസ്കോപ്പ് ഉണ്ടാക്കി. അപ്പൊ അദ്ദേഹത്തെ ഞാൻ പരിചയപ്പെട്ടപ്പോ അദ്ദേഹം പറഞ്ഞു, എൻ്റെ അടുത്തൊരു ചെറിയ ടെലസ്കോപ്പ് ഉണ്ട്, അന്ന് വേണമെങ്കിൽ നിങ്ങൾ കൊടുങ്ങല്ലൂർ കൊണ്ടുപോയി ഒന്ന് കാണിച്ചു കൊടുക്കാമോ? ഞാനിത് കൊണ്ടുവന്ന് പോലീസ് മൈതാനിയിൽ വെച്ചിരിക്കുകയാണ്. ഞാൻ 2 സുഹൃത്തുക്കളുണ്ട്. സത്യത്തിൽ ടെലസ്കോപ്പ് ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. വിവരമില്ലാത്തത് കൊണ്ട് ഈ ടെലസ്കോപ്പ് പോലീസ് മൈതാനിയിൽ വെച്ചിട്ട് ചന്ദ്രനെ കാണിച്ചു കൊടുക്കുകയാണ്. അപ്പൊ കുറെ പോലീസുകാർ വന്നു. പോലീസ് സ്റ്റേഷൻ തൊട്ടടുത്ത് തന്നെയാണ് ഈ ഗ്രൗണ്ട്. സത്യത്തിൽ അന്ന് അവിടെ വന്ന് ഒരു മനുഷ്യൻ ഇത് കണ്ടിട്ടില്ല. പക്ഷെ ഈ പോലീസുകാരെല്ലാം ഭയങ്കര ഏറെ പിടിച്ച് നിൽക്കുന്ന ആളുകളായതുകൊണ്ട് ഞാൻ അവരോട് ചോദിക്കുകയാണ്, സാർ കണ്ടോ? കണ്ടു എന്ന് തന്നെ അവരും പറയുകയാണ്.
സത്യത്തിൽ അവിടെ വന്ന ഒരു ചേട്ടനോട് പറഞ്ഞു, മോനെ ഒന്നും കാണാൻ പറ്റണില്ല, ഒന്നും കാണാൻ പറ്റണില്ല, ഇതിങ്ങനെയല്ല ചെയ്യുന്നത്, ഇതിന് വേറൊരു ഐ പീസ് എന്ന് പറയുന്ന ഒരു പാർട്ടും കൂടി അത് ഇല്ല, ഇതിൽ സാധനം ഇല്ല ഇതിനകത്ത്, ഐ പീസ് ഇല്ല ഇതിനകത്ത്, പ്രധാനപ്പെട്ട സാധനം ഇതിനകത്ത് ഇല്ല. അപ്പൊ പിന്നീട് നോക്കുമ്പോൾ അതിന്റെ കവറിലുണ്ട് ഇതൊക്കെ, ഇതെന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയാത്തത് കൊണ്ട് സംഭവിച്ചതാണ് ഇതൊക്കെ. അപ്പോ പലതരത്തിലുള്ള അങ്ങനെയുള്ള നാണംകടലുകൾ നമുക്ക് ഉണ്ടായിട്ടുണ്ടാവും. പക്ഷേ നമ്മൾ എന്തിനാണ് ഇങ്ങനെ ഒരു ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്? ചരിത്രം പരിശോധിക്കുന്നതോടൊപ്പം തന്നെ നമുക്കൊരു പ്രാക്ടിക്കൽ സൈഡും കൂടെ ആവശ്യമുണ്ട്. ഒരു പ്രാക്ടിക്കൽ സൈഡ് അത് ഇന്ന് നമ്മളിവിടെ നടത്തും. കാരണം ഒരു 4-5 ടെലസ്കോപ്പുകളുണ്ട്. ആ ടെലസ്കോപ്പുകൾ നമ്മൾ ഉപയോഗിക്കും. ഞാൻ ഈ ടെലസ്കോപ്പുകളെ കുറിച്ച് പറയാനുണ്ടായ കാരണം, നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന ടെലസ്കോപ്പുകൾ ഒന്നും ഉപയോഗിച്ചല്ല പണ്ട് മനുഷ്യര് ഇതൊന്നും കണ്ടുപിടിച്ചത്. വെറുതെ ഒരു കുഴൽ ഉപയോഗിച്ച് 2 ലെൻസ് ഉപയോഗിച്ച്, ആ ലെൻസിന്റെ ടെലസ്കോപ്പുകളെ നമുക്കിന്നില്ല. ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന മിറർ ഉപയോഗിക്കുന്ന വളരെ ആധുനികമായ ടെലസ്കോപ്പുകൾ, ന്യൂട്ടോണിയൻ ടെലസ്കോപ്പുകൾ എന്ന് പറയുന്ന വളരെ ആധുനികമായിട്ടുള്ള, കാസഗ്രൈൻ എന്ന് പറയുന്ന വളരെ ആധുനികമായിട്ടുള്ള ടെലസ്കോപ്പുകളായിരിക്കും നമ്മൾ ഉപയോഗിക്കുക. ഈ ടെലസ്കോപ്പുകളൊന്നും ഇല്ലാതിരുന്ന കാലത്ത് ഗലീലിയോ പോലുള്ള മനുഷ്യർ അവരുടെ ജീവനും ജീവിതവും സമർപ്പിച്ചാണ് ഈ ശാസ്ത്രശാഖയെ ഇത്രയധികം ഡെവലപ്പ് ചെയ്തത്. അത് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കും നമ്മളാണ് ഇതൊക്കെ കണ്ടുപിടിച്ചത്, നമ്മളാണ് ഇതെല്ലാം ചെയ്തത്. അങ്ങനെയല്ല. നമ്മളെക്കാൾ മുമ്പ് ജീവനും ജീവിതവും കൊടുത്തുള്ള ഒരുപാട് മനുഷ്യർ, ജീവനും ജീവിതവും കൊടുത്തെന്ന് വെറുതെ പറയുന്നല്ല, ജീവനും അക്ഷരാർത്ഥത്തിൽ കൊടുത്തിട്ട്. നമ്മൾ നേരത്തെ അടിമ ഉടമകളെ കുറിച്ച് പറഞ്ഞു, അവരാണത് കുറെ കണ്ടുപിടിച്ച് സാധ്യതകളുണ്ടെന്ന്. ശരിയാണ്. അതോടൊപ്പം ധാരാളം മനുഷ്യർ, അരിസ്റ്റോട്ടിൽ പറയുന്നത് തെറ്റാണെന്ന് നമ്മൾ പറയും ചില കാര്യങ്ങൾ, പക്ഷേ അരിസ്റ്റോട്ടിലും ജീവിതം സമർപ്പിച്ച ആളാണ്. പ്ലാറ്റോയും സോക്രട്ടീസും ഒക്കെ, ഹിപ്പാർക്കസും ഇറാത്തോസ്തനീസും ഭൂമിയുടെ ചുറ്റളവ് കണ്ടുപിടിക്കാൻ ശ്രമിച്ച ആൾ ഇപ്പോഴും ഭൂമിയുടെ ചുറ്റളവ് കണ്ടുപിടിക്കാൻ നമ്മളോട് പറഞ്ഞാൽ അത് എങ്ങനെ കണ്ടുപിടിച്ചു നമ്മൾ ആലോചിക്കും. എങ്ങനെ കണ്ടുപിടിച്ചു എന്ന്. ഞാനൊരു ദിവസം പി സി തങ്കച്ചൻ സാർ ഓക്കെ. അപ്പോ ഭൂമിയുടെ ചുറ്റളവ് കണ്ടുപിടിച്ച ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മനുഷ്യന്റെ വലിയ ബുദ്ധിപരമായിട്ടുള്ള ഇടപെടൽ കൊണ്ടാണ് അതൊക്കെ ഉണ്ടായിട്ടുള്ളത്. വളരെ വലിയ ബുദ്ധിപരമായ ഇടപെടൽ. അങ്ങനെ ഒരു ചരിത്രമാണ് ഉണ്ടായിട്ടുള്ളത്. ടെലസ്കോപ്പ് കണ്ടുപിടിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ കുട്ടികളെ ചിലപ്പോൾ പറയും ഗലീലിയോ ആണെന്ന് പറയും. പക്ഷെ നമ്മൾ ഡീപ്പായി പോയി നോക്കുമ്പോൾ അറിയാം ലിപ്രഷയാണെന്നും ലിപ്രഷയുടെ ഒരു കഥകളും, അതിനുശേഷം ഗലീലിയോ ആകാശത്തേക്ക് ടെലസ്കോപ്പ് ഉയർത്തി വെച്ചതും, ഗലീലിയോ ഇതൊന്നുമില്ലാതിരുന്ന കാലത്ത് വ്യാഴത്തിന്റെ ഉപഗ്രഹങ്ങളെ കണ്ടുപിടിക്കുന്നതും സാറ്റേണിന്റെ വലയം കണ്ടുപിടിക്കുന്നതും, ഇതൊക്കെ അത്ഭുതകരമായിട്ട് നമുക്കിന്ന് തോന്നും. അത്ഭുതകരമായിട്ട്. ആ സാറ്റേണിന്റെ വലയം നമ്മൾ ഇന്ന് കാണും. കാർമേഘങ്ങൾ ഉണ്ടാവില്ല എന്ന് നമ്മൾ വിചാരിക്കുകയാണ്. സാറ്റേണിന്റെ വലയം നമ്മൾ ഇന്ന് കാണും. അതോടൊപ്പം വ്യാഴത്തിന്റെ 4 ഉപഗ്രഹങ്ങൾ, ആദ്യം 3 ഉപഗ്രഹം കാണും, ഒരെണ്ണം കുറച്ച് കഴിയുമ്പോൾ വരും. ഒക്കുലേഷൻ അല്ലേ സാറേ? അതെ. അപ്പോൾ അത്തരത്തിലുള്ള പ്രതിഭാസങ്ങളൊക്കെ നമ്മൾ ഇന്ന് കാണും. ഫിസിക്സ് പഠിക്കുന്ന കുട്ടികൾ അല്ലെ, ഇന്ന് ആകാശത്തിന്റെ പല വിശേഷങ്ങളും നമ്മളോട് വിശദീകരിക്കും. നാട്ടികയിലെ കുട്ടികളായിരിക്കും ഒരു ടെലസ്കോപ്പ് ഹാൻഡിൽ ചെയ്യുന്നത് സിജി സാറിന്റെ നേതൃത്വത്തിൽ. അവർ ധാരാളം സംശയങ്ങൾ നമുക്ക് പറഞ്ഞു തരും. ചോദ്യങ്ങൾ ഉറപ്പായിട്ടും ചോദിക്കണം. ഉത്തരം മുട്ടിക്കാൻ വേണ്ടിയല്ല, നമുക്ക് അറിയാൻ വേണ്ടി. നമുക്ക് കൊടുക്കാനും വാങ്ങാനും ഒക്കെ ഉള്ളൊരു അവസരമാണെന്ന് പരസ്പരം. പല ആളുകളും ടെലസ്കോപ്പ് കൈകാര്യം ചെയ്യുന്നവരാണ്. അപ്പോൾ ഗലീലിയോയുടെ ഒരു കാലം മുതൽ നമ്മൾ ആളുകൾ നടത്തി വന്നിട്ടുള്ള വലിയ പ്രയത്നങ്ങളെ ഓർത്തുകൊണ്ടാണ് നമ്മൾ ഈ ക്യാമ്പ് വെക്കുന്നത്. ഈ ക്യാമ്പിൽ നിന്ന് പാടിയ പാട്ടുകളിലും ചോദ്യങ്ങളിലും CV രാമനെയും PC റേയെയും MN സാഹയെയും ഒക്കെ മറക്കരുത് എന്ന് പറയാൻ കാരണം, അവരെ ഒന്നും മറന്ന് മുന്നോട്ട് പോകാനാവില്ല. അവരൊക്കെ ചെയ്തതുപോലെ പല സംഭാവനകളും സമൂഹത്തിന് കൊടുക്കാൻ നമുക്കുണ്ട്. ഗലീലിയോ സ്വന്തം ജീവിതം നോക്കുകയായിരുന്നെങ്കിൽ ഇതൊന്നും ചെയ്യണ്ടായിരുന്നു അല്ലേ? ഓർത്തു നോക്കി. ഈ സയന്റിസ്റ്റുകൾക്കൊക്കെ സ്വന്തം ജീവിതം സമർപ്പിച്ച് ഇതൊന്നും ചെയ്യേണ്ടിയിരുന്ന അവസ്ഥ ഉണ്ടായിരുന്നില്ല. അവർക്കൊക്കെ അതിസമ്പന്നരായി മാറാമായിരുന്നു. മാഡം ക്യൂറിയെ പോലുള്ള ആളുകൾക്ക് എല്ലാവരും അങ്ങനെ തന്നെയാണ്. അപ്പോൾ സമൂഹത്തിന്, സൊസൈറ്റിക്ക് സമർപ്പിക്കാൻ തയ്യാറായതുകൊണ്ടാണ് അവർക്കൊക്കെ അങ്ങനെ ചെയ്യാൻ കഴിഞ്ഞത്. അവരങ്ങനെ ചെയ്തത് കൊണ്ടാണ് നമുക്കൊക്കെ ഇന്ന് നിവർന്നു നിന്ന് ഈ കാര്യങ്ങളൊക്കെ പറയാൻ പറ്റുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും ഈ ക്യാമ്പ് കഴിഞ്ഞ് പിരിഞ്ഞു പോകുമ്പോൾ നമ്മളെല്ലാവരും ആകാശ നിരീക്ഷണം നടത്താൻ ശേഷിയുള്ളവരായിട്ട് മാറണം. മാതാപിതാക്കളോട് എൻ്റെ ഒരു അഭ്യർത്ഥന, നിങ്ങളുടെ കുട്ടികൾക്ക് മൊബൈൽ ഫോൺ വാങ്ങിക്കൊടുക്കുന്നതോടൊപ്പം ഒരു ടെലസ്കോപ്പ് കൂടെ വാങ്ങിക്കൊടുക്കണം. ഒരു ടെലസ്കോപ്പ് ഒരു 20,000 രൂപ മുതൽ മുകളിലേക്കുള്ള ഒരു തുടക്കക്കാർക്ക് പറ്റുന്ന ഒരു ടെലസ്കോപ്പ് ഇവാനോയ്ക്ക് വാങ്ങിക്കൊടുത്തതുപോലെ നമ്മുടെ കുട്ടികൾക്ക് അതവർ കാണട്ടെ. ഈ ഭൂമിക്ക് പുറത്ത് വലിയൊരു വിശാലമായ ലോകമുണ്ടെന്ന് കുട്ടികളെ അറിയിക്കാൻ പറ്റുന്ന,
നമ്മൾ എന്തുകൊണ്ടാണ് സുനിത വില്യംസിനെ ഓർക്കുന്നത്? നമ്മളോട് യാതൊരു പരിചയമുള്ള കക്ഷിയല്ല, അല്ലേ? നമ്മളോട് ഒരു പരിചയമില്ല പുള്ളി. പക്ഷെ നമ്മൾ ഇന്നിവിടെ ഈ അരിമ്പ്ര മലയുടെ മുകളിലിരിക്കുമ്പോൾ സുനിത വില്യംസിനെ കുറിച്ച് സംസാരിക്കുന്നു, ഗലീലിയോയെ കുറിച്ച് സംസാരിക്കുന്നു. ഗലീലിയോ നമ്മൾ കണ്ടിട്ടില്ല, കോപ്പർനിക്കസ് നമ്മൾ കണ്ടിട്ടില്ല, പ്ലാറ്റോയെ നമ്മൾ കണ്ടിട്ടില്ല, അരിസ്റ്റോട്ടിൽ നമ്മൾ കണ്ടിട്ടില്ല. ക്രിസ്തുവിന് മുമ്പ് ജീവിച്ച മനുഷ്യരെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യാം. എന്തുകൊണ്ട്? അവരൊക്കെ വലിയ സംഭാവനകൾ സൊസൈറ്റിക്ക് കൊടുത്തു എന്നുള്ളതാണ്. അവരുടെ കാലത്ത് ജീവിച്ചിരുന്ന എത്രയോ മനുഷ്യരുണ്ടാവും. സുനിത വില്യംസിന്റെ ഒപ്പം പഠിച്ച, കോളേജിൽ പഠിച്ച ഇഷ്ടം പോലെ ആളുകളുണ്ടാവും, അല്ലേ? അവരൊന്നും നമ്മൾ അറിയില്ല. അവരൊക്കെ സ്വന്തം കാര്യങ്ങൾ ചെയ്യുന്നവരായിരിക്കും. സമൂഹത്തിന് എന്തെങ്കിലും കൊടുത്ത ആളുകളെയൊക്കെ നമ്മൾ ഓർക്കുകയാണ്. ഉറപ്പായിട്ടും അങ്ങനെ ഒരു സമ്പ്രദായം നമുക്കുണ്ടാവണം. ഇവിടുന്ന് പോകുന്ന എല്ലാ ആളുകളും ആകാശ നിരീക്ഷകരാവണം. കുട്ടികൾ ആ മേഖലയിൽ കൊണ്ടുവരണം. ആകാശത്തെക്കുറിച്ച് മനുഷ്യരോട് പറയണം. അതെന്തിനാണ് പറയുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വഴികാട്ടാനല്ല ഇനി, പക്ഷെ വഴികാട്ടാനാണ്. എവിടേക്ക്? ഒരു സയന്റിഫിക് ടെമ്പർ ഉണ്ടാവണമെങ്കിൽ മനുഷ്യൻ സയൻസ് പഠിക്കേണ്ടതുണ്ട്. ശാസ്ത്രജ്ഞാനം മാത്രമല്ല, ശാസ്ത്ര ബോധവും ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. എങ്കിലാണ് ഒരു വിഷയത്തെ സംബന്ധിച്ച് തീരുമാനമെടുക്കാൻ, ഒരു ഇഷ്യൂ ഉണ്ടായാൽ അതിനകത്ത് എന്ത് നിലപാട് സ്വീകരിക്കണം. നാട്ടിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളിലും അഭിപ്രായം പറയേണ്ടി വരും. നമ്മൾ ഫിസിക്സിലോ കെമിസ്ട്രിയിലോ ആണെങ്കിൽ ലാബിൽ കയറി പരിശോധിക്കാം. പക്ഷെ ഒരു സാമൂഹ്യ ശാസ്ത്രത്തിൽ ഒരു അഭിപ്രായം പറയേണ്ടി വന്നാലോ? അവിടെ ലബോറട്ടറി പരിശോധന നടക്കില്ല. അവിടെ നമ്മളൊരു യുക്തിബോധം പ്രവർത്തിക്കേണ്ടി വരും, അല്ലേ? അപ്പൊ അതിന് സയൻസ് ആവശ്യമുണ്ട്. ആ സയൻസിന്റെ രീതി മനുഷ്യന്റെ മനസ്സിലേക്ക്, ഹൃദയത്തിലേക്ക് കടത്തിവിടേണ്ട ആവശ്യം നമുക്കുണ്ട്. അതുകൊണ്ടാണ് ബ്രേക്ക് ത്രൂ സയൻസ് സൊസൈറ്റി രാജ്യവ്യാപകമായി, സംസ്ഥാനത്തല്ല രാജ്യവ്യാപകമായി ഇങ്ങനത്തെ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ഈ ക്യാമ്പ് സംഘടിപ്പിക്കുന്നതും ആ ലക്ഷ്യം വെച്ചാണ്. അപ്പോൾ പകൽ നമ്മൾ ഈ സംസാരിക്കുന്ന കാര്യങ്ങൾ രാത്രി ആകാശത്ത് കാണാനുള്ളതാണ്. ഡീറ്റെയിലിങ്ങിലേക്ക് അല്ല പോകുന്നത്. നക്ഷത്രങ്ങൾ എങ്ങനെ രൂപപ്പെടുന്നുവെന്നോ, നെബുലകൾ എങ്ങനെ രൂപപ്പെടുന്നുവെന്നോ, അല്ലെങ്കിൽ എന്താണ് നെബുലകളുടെ വ്യത്യാസം, ഇത്തരം കാര്യങ്ങളിലേക്കൊന്നും, അയനചലനങ്ങൾ എന്താണ്, ഞാറ്റുവേല എന്താണ്, വിഷുവം എന്താണ്, ഇതിലേക്കൊന്നും നമ്മൾ പോവാത്തത്. രാത്രി നമ്മളിതെല്ലാം സംസാരിക്കേണ്ടതാണ്. നമുക്ക് കേട്ട് പരിചയമുള്ള കാര്യങ്ങളാണ്, അല്ലേ? ഞാറ്റുവേല എന്ന് പറഞ്ഞാൽ നമുക്ക് മഴയുള്ള കാലമാണ്. ഞാറ്റുവേല എന്ന് പറഞ്ഞാൽ തിരിമുറിയാത്ത മഴയുള്ള കാലം എന്നാണ് പൊതുവിൽ നമ്മുടെ സങ്കല്പം. പക്ഷേ എല്ലാ 2 ആഴ്ച കൂടുമ്പോഴും ഞാറ്റുവേലകൾ മാറുന്നുണ്ട്. വർഷത്തിൽ 27 ഞാറ്റുവേലകളുണ്ട്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കും തിരുവാതിര ഞാറ്റുവേല മാത്രമാണ് ഞാറ്റുവേല എന്ന് നമ്മൾ വിചാരിച്ചു പോകും. അങ്ങനല്ല, 27 ഞാറ്റുവേലകളുണ്ട്. നമ്മൾ മനസ്സിലാക്കാനുള്ള എളുപ്പത്തിന് സോഡിയാക് ബെൽറ്റിലെ 12 കക്ഷികൾ നമ്മൾ പരിചയപ്പെടണം. അത് രാത്രി എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാം. രാത്രി ആകാശം നിരീക്ഷിക്കുന്ന ആളുകൾ പകൽ സമയങ്ങളിൽ സൂര്യൻ പോകുന്ന പാത നോക്കി വെക്കേണ്ടതുണ്ട്. സൂര്യനെ അവിടെ കാണുകയും ശനിയെ അവിടെ പോയി നോക്കുകയും വേണ്ട. സൂര്യൻ പോയ പാത ഏതാണോ അതിന്റെ പുറകെ, അല്ലെങ്കിൽ ആ വഴിയിലൂടെ തന്നെയായിരിക്കും ഈ കക്ഷികളെല്ലാം യാത്ര ചെയ്യുന്നത്. വേറെ ഒരു ദിക്കിലേക്ക് നോക്കേണ്ടതില്ല. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മൾ ഇങ്ങനെ പോയി നോക്കും, ഇത് എവിടെയാണ് ഈ കക്ഷി നിൽക്കുന്നത്. അങ്ങനെ പേടിക്കേണ്ട കാര്യമില്ല. വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. പക്ഷെ അടിസ്ഥാന ധാരണകളൊന്നും ഉണ്ടാക്കിയെടുക്കണം മാത്രം. എവിടെയാണ് കിഴക്ക്, എവിടെയാണ് തെക്ക്, എവിടെയാണ് വടക്ക്? വടക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമുള്ള കോൺസ്റ്റലേഷൻ ഏതാണ്? ഇതെങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? കുറച്ച് ദിവസം ആകാശം നോക്കി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും, അല്ലെ? ഇപ്പൊ നമ്മളോട് ചോദിക്കുകയാണ് തൃപ്രയാർന്ന് കൊടുങ്ങല്ലൂർക്കുള്ള വഴി ചോദിച്ചാൽ നമുക്ക് അന്വേഷിക്കേണ്ട കാര്യമില്ലല്ലോ, നമ്മൾ പറയും, അല്ലെ? അല്ലെങ്കിൽ കോഴിക്കോട് നിന്ന് കാസർഗോഡുള്ള വഴി ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റും. ആകാശം നിരീക്ഷിക്കുമ്പോൾ പുതിയ ബോധം മനുഷ്യനുണ്ടാവും. എന്താണ് പുതിയ ബോധം? ശാസ്ത്രബോധത്തോടൊപ്പം നമുക്കറിയാവുന്ന ദൂരത്തിന്റെ സങ്കല്പം എന്താണ്? കന്യാകുമാരി ടു കാശ്മീർ 3000-4000 കിലോമീറ്റർ ആയിരിക്കും. പക്ഷേ ഈ കിലോമീറ്ററുകളുടെ കണക്കല്ല ആകാശത്ത്. അവിടെ ഡിഗ്രിയുടെ കണക്കുകൾ, കോടിക്കണക്കിന് കിലോമീറ്ററിന്റെ കണക്കുകൾ, ആസ്ട്രോണമിക്കൽ യൂണിറ്റിന്റെ കണക്കുകൾ, ഇങ്ങനെയുള്ള പുതിയ പുതിയ കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വരും. നമ്മൾ ഫിസിക്സ് നേരിട്ട് പഠിക്കണമെന്നോ, കെമിസ്ട്രി നേരിട്ട് പഠിക്കണമെന്നോ, മാത്തമാറ്റിക്സ് നേരിട്ട് പഠിക്കണമെന്നോ യാതൊരു നിർബന്ധവുമില്ല. പഠിച്ചെങ്കിൽ നല്ലത്, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ ആകാശം നിരീക്ഷിക്കുകയും ഇതുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങൾ വായിക്കുകയും കുറച്ച് പ്രവർത്തിക്കുകയും ചെയ്താൽ ഉറപ്പായിട്ടും ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകളും കേരളത്തിലെ അറിയപ്പെടുന്ന വാനനിരീക്ഷകരായിരിക്കും. നമ്മൾ രാവിലെ ഒരു കാര്യം പറഞ്ഞു. ഒരു അമേച്ചറായ ആസ്ട്രോണമറാണ് ആരെ കണ്ടുപിടിച്ചത്? ചുമ്മാ രാവിലെ കുറെ പരിപാടി നടത്തിയിട്ട് ഇപ്പൊ നെപ്റ്റ്യൂൺ ആണോ? ആരാണെന്ന് തീരുമാനിച്ചേക്കണം പോണേക്കാൾ മുമ്പ്. അതെ. അപ്പോ ഈ അമേച്ചറായ ആസ്ട്രോണമേഴ്സ് എന്ന് പറയുന്നത്
ഈ സമൂഹത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ഉത്തരവാദിത്തപ്പെട്ട ആളുകളാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് സിജി സാറ് ഫിസിക്സിലൊരു അധ്യാപകനാണ്. ഷിഹാബുദ്ദീൻ സാറ് ഫിസിക്സിലെ അധ്യാപകനാണ്. ഇവര് ആസ്ട്രോഫിസിക്സിന്റെ, പാർട്ടിക്കിൾ ഫിസിക്സിന്റെ ഉയർന്ന തലങ്ങളിലുള്ള ഗവേഷണങ്ങളൊക്കെ നടത്തി ധാരാളം കാര്യങ്ങൾ പഠിക്കുകയും കുട്ടികളെ അഭ്യസിപ്പിക്കുകയും ചെയ്യുന്ന ആളുകളാണ്. രാവിലെ മുതൽ വൈകുന്നേരം വരെ കോളേജിൽ കുട്ടികളുമായിട്ട് യുദ്ധം നടത്തുന്ന അധ്യാപകനോട് രാത്രി വാനനിരീക്ഷണം നടത്താൻ പോകാൻ പറയാൻ പറ്റും? അദ്ദേഹം വരും, വിളിച്ചാൽ വരും. പക്ഷേ ഒരു ക്രൈസ് ഉണ്ടെങ്കിൽ വരും. പക്ഷെ പൊതുവിൽ അധ്യാപകർ അങ്ങനെ പോകാനായിട്ട് ഇഷ്ടപ്പെടുന്ന ആളുകളല്ല. പൊതുവെ അധ്യാപകരുണ്ടെങ്കിൽ വിഷമിക്കൊന്നും വേണ്ട, പൊതുവിൽ. പക്ഷെ കുറച്ച് അധ്യാപകർ അങ്ങനെയല്ല, അവർ വരാൻ തയ്യാറാണ്. പക്ഷെ അവരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ള ശാസ്ത്രപ്രചാരണം നടത്തുന്ന ആളുകൾ വാനനിരീക്ഷണങ്ങളൊക്കെ ഏറ്റെടുക്കണം. ഈ ക്യാമ്പിന്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് അതായിരിക്കും. അതുകൊണ്ട് ഈ ക്യാമ്പ് കഴിയുമ്പോഴത്തേക്കും ടെലസ്കോപ്പ് ഉപയോഗിക്കാൻ, ഇപ്പൊ അദ്ദേഹം JK എനിക്ക് ആ പേരാണ് ജയകൃഷ്ണൻ ടെലസ്കോപ്പുമായിട്ട് നടക്കുന്ന ആളാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ പ്രൊഫഷൻ അതല്ല, അല്ലേ? IT സെക്ടറാണ്, അല്ലേ? അതെ. തിരുവനന്തപുരത്ത് ടെക്നോ പാർക്കിൽ ജോലി ചെയ്യാണ്. പക്ഷെ തിരുവനന്തപുരത്ത് ഒരു വാനനിരീക്ഷണം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഉണ്ടാവും. അദ്ദേഹം അതുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ട ഒരാളല്ല. അപ്പൊ ഇതുപോലെ വിഷയങ്ങൾ പഠിക്കാൻ എളുപ്പമുള്ളതാണ്. നമ്മളത് സ്വീകരിക്കണം, പഠിക്കണം. ഏതൊരാൾക്കും ചെയ്യാൻ കഴിയും. ചെയ്യാൻ പറ്റാത്തതായിട്ട് ഈ മേഖലയിൽ ഒന്നുമില്ല എന്ന് എല്ലാ ആളുകളും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത് ഒരു അമേച്ചറായിട്ടുള്ള ഒരാളാണ് ഈ ഗ്രഹം കണ്ടെത്തിയതെന്ന് പറയുന്നത്. നിരന്തരമായ നിരീക്ഷണങ്ങൾ. സജീവ് പ്രഭാകർ സാറിനെ കുറിച്ച് ഒരിക്കൽ കൂടി പറയുകയാണ്, അദ്ദേഹത്തിന്റെ പ്രൊഫഷൻ ഇതല്ല. പക്ഷേ അദ്ദേഹം ഈ മേഖലയിൽ പുതിയ പേപ്പറുകൾ അവതരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്, പുതിയ അഭിപ്രായങ്ങൾ ഉണ്ടാക്കുകയാണ് ഈ പ്രപഞ്ചത്തിന്റെ നിർമ്മിതിയെ സംബന്ധിച്ച്. ആ നിലയ്ക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ആസ്ട്രോഫോട്ടോഗ്രാഫിയിൽ ലോകപ്രശസ്തമായിട്ടുള്ള എല്ലാ സ്ഥാപനങ്ങളുമായി അദ്ദേഹം ബന്ധം പുലർത്തുന്നു. ഇന്ത്യയിലെ എല്ലാ സ്ഥലങ്ങളിലും ഇന്ത്യക്ക് പുറത്തും വാനനിരീക്ഷണങ്ങൾ നിയന്ത്രിക്കാൻ പോകുന്നു. എങ്ങനെ സാധ്യമാവുന്നു? അപ്പോൾ പ്രത്യേകിച്ച് ഫിസിക്സ് പഠിക്കുന്ന വിദ്യാർത്ഥികൾ, നിങ്ങളുടെ കോളേജുകളിൽ, നിങ്ങളുടെ സ്കൂളുകളിൽ, നിങ്ങളുടെ നാട്ടിൻപുറങ്ങളിൽ, നിങ്ങളുടെ റെസിഡൻസ് അസോസിയേഷനുകളിൽ അവിടെയൊക്കെ സയൻസ് ക്ലബ്ബുകൾ ഉണ്ടാക്കണം, വാനനിരീക്ഷണ ക്ലബ്ബുകൾ ഉണ്ടാക്കണം. വാനനിരീക്ഷണ ക്ലബ്ബുകൾ ഉണ്ടാക്കി അവിടെയൊക്കെ ടെലസ്കോപ്പുകൾ വാങ്ങണം. അങ്ങനെ കേരളം മുഴുവൻ എന്നും വാനനിരീക്ഷണങ്ങൾ നടക്കണം. പുതിയ കാഴ്ചകൾ, പുതിയ അനുഭവങ്ങൾ അത് ലോകത്തിനോട് പറയണം, നിങ്ങളുടെ നാട്ടുകാരോട് പറയണം. അതൊരു ആഗ്രഹം മാത്രമല്ല, ആഗ്രഹമാണെങ്കിൽ അങ്ങനെ. പക്ഷെ അതോടൊപ്പം നാട് മുഴുവൻ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടന്നാൽ അവിടെ രണ്ട് കാര്യങ്ങളാണ് സംഭവിക്കുക. ഒന്ന്, നാട്ടിലൊക്കെ ഭയങ്കര നന്മയുണ്ടാവും. മറ്റൊന്ന്, നമ്മൾ സയൻസ് പഠിക്കുന്നത് വഴി പറ്റിക്കപ്പെടാതിരിക്കും, വഞ്ചിക്കപ്പെടാതിരിക്കും. ആളുകൾ പലതും പറഞ്ഞ് പറ്റിക്കുമ്പോൾ ചില ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാവും. ചില ചോദ്യങ്ങൾ, ബാബു ഡോക്ടർ ഉറങ്ങരുത്, ബാബു ഡോക്ടർ ഉറങ്ങിയാൽ എൻ്റെ സംസാരം പരാജയമാണെന്ന് ഞാൻ സമ്മതിക്കേണ്ടി വരും. ബാബു ഡോക്ടർ ഇന്നലെ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന ആളാണ്. ഡോക്ടർ ശാസ്ത്രപ്രചാരകനാണ്, അതോടൊപ്പം തൃശ്ശൂർ അശ്വനി ഹോസ്പിറ്റലിലെ ഡോക്ടറാണ്. അപ്പൊ ഇന്നലെ നൈറ്റൊക്കെ കഴിഞ്ഞ് ക്ഷീണിതനായിട്ടാണ്. ക്യാമ്പുണ്ടെങ്കിൽ ഡ്യൂട്ടി ഒന്നും നോക്കില്ല, ക്ഷീണമാണെങ്കിലും സാറോട് വരും, നമ്മളൊക്കെ നോക്കും. ഇങ്ങനെ ഉറങ്ങുന്നതായിട്ടൊക്കെ നമുക്ക് തോന്നുമെങ്കിലും ഇത് കഴിയുമ്പോൾ നമ്മൾ വിളിച്ചിട്ട് പറയും, ആ പറഞ്ഞതൊക്കെ വിവരക്കേടാണ് എന്ന് പറയും. മൈക്ക് പിടിച്ചു അങ്ങനെ ആൾ വന്നു. അപ്പോൾ സുഹൃത്തുക്കളെ, നമുക്ക് ഇന്ന് രാത്രി നമ്മളിവിടെ പറഞ്ഞ മുഴുവൻ കോൺസ്റ്റലേഷനുകളെയും നമ്മൾ പരിചയപ്പെടും. ടെലസ്കോപ്പിലൂടെ നോക്കുമ്പോൾ നമ്മളെ ഭയങ്കര സ്റ്റൈലിലായിരിക്കും ഇത് നോക്കാൻ വേണ്ടി നിൽക്കുക. അപ്പോൾ ഇത് സ്റ്റാറ്റസ് എടുത്തിട്ട് ഫോട്ടോ എടുത്ത് സ്റ്റാറ്റസ് ആക്കണം, പല ഉദ്ദേശങ്ങളും നിൽക്കുക. അപ്പോൾ ആളുകൾ ഇങ്ങനെ ചുറ്റും കൂടി നിൽക്കുകയായിരിക്കും. ഈ നിൽക്കുന്ന സമയത്ത് ചന്ദ്രനെ കണ്ടോ ചേച്ചി ഇങ്ങനെ പറയും. അപ്പോൾ നമ്മളടുത്ത് നിന്ന് മുട്ടിയിട്ട് പറയും, കണ്ടില്ലെങ്കിൽ കണ്ടില്ല എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. അപ്പോൾ ഞാൻ പറയുന്നത്, ആളുകൾ നിൽക്കുന്നു, അതുകൊണ്ട് കണ്ടില്ലെങ്കിലും ഇവരെന്ത് വിചാരിക്കും? കാരണം നമുക്ക് മുമ്പ് ഉണ്ടായിരുന്ന എല്ലാവരും കണ്ടു, നമ്മൾ മാത്രം കണ്ടില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ണിന് കാഴ്ചയില്ലെന്നോ പല പ്രശ്നങ്ങളായിരിക്കും. അതുകൊണ്ട് കണ്ടില്ലെങ്കിൽ കണ്ടില്ല എന്ന് പറയണം, കണ്ടിട്ടേ പോകാവൂ. എല്ലാ നക്ഷത്രങ്ങളെയും എല്ലാ ഗ്രഹങ്ങളെയും നിർത്തൽ. അപ്പോൾ ആകാശ നിരീക്ഷണം വളരെ മനോഹരമാക്കണം. ബാക്കി കാര്യങ്ങൾ നമുക്കിന്ന് രാത്രി ഗോതയിൽ കാണാം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.